മുകേഷിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ എത്രമാത്രം ഗൗരവകരമാണ്? നേരത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ രാജി നീട്ടിക്കൊണ്ടുപോകാൻ സാംസ്കാരികകാര്യ വകുപ്പ് മന്ത്രി ശ്രമിച്ചിരുന്നു. പരാതി ഇല്ല എന്നതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, അവർ പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയിൽ കൃത്യമായ IPC 354, 355 അടക്കമുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് അവർ ആരോപിക്കുന്നത്. അപ്പോൾ ആ കേസിൽ തന്നെ ഒരു ഡിലേ ഉണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. അതിന് തുടർന്നുള്ള വെളിപ്പെടുത്തലുകളിൽ ഒരു SIT വരുന്നു. ആ ഘട്ടത്തിലാണ് മുകേഷ് MLAക്കെതിരെ ആരോപണം ഉണ്ടാവുന്നത്. MLA കൈവിടുന്നില്ല ഇടതുപക്ഷം. എന്താണ് അനിലക്കര സംഭവിക്കുന്നത്? അല്ല, ഇതിനകത്ത് ഒറ്റ വാക്കിൽ പറയാനുള്ളത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം. കാരണം ഞങ്ങളൊക്കെ MLAമാരെ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന തൊട്ടുകൊണ്ടാണ്. ഭരണഘടനയെ സത്യം ചെയ്ത് MLAമാരായ പിന്നെ ജനപ്രതിനിധികൾ ആ ഭരണഘടനയ്ക്ക് അകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം എഴുതി വെച്ചുള്ളത് സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ്. ആ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തോട് തീരെ നീതി പുലർത്താൻ കഴിയാത്ത ഒരാൾ MLA ആയിരിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. കേരളത്തിൻ്റെ പൊതു മനഃസാക്ഷി മുനീറിനെതിരാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് 4.5 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചർച്ച. ഇവരൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്ത ആളുകളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഉന്നതരായ ആളുകൾക്കെതിരെ വരികയും ആ 4.5 വർഷക്കാലം എടുത്ത് അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ച ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ കാലഘട്ടം വീണ്ടും തിരിച്ച് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറക്കുമ്പോഴുണ്ടാകുന്ന ആ വലിയ ഭൂതം അത് സർക്കാരിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതും ആ റിപ്പോർട്ടിനെതിരായുള്ള നടപടികൾ സ്വീകരിക്കാതെ മറ്റു വിഷയങ്ങളിലേക്ക് ഇത് മാറി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സർക്കാർ ചെയ്യേണ്ടത് എന്തായിരുന്നു? അന്ന് തന്നെ ഇതിനുവേണ്ടി പ്രത്യേകമായ അന്വേഷണ സംഘത്തെ വെക്കുക വെച്ചാൽ അന്ന് FIRകൾ ഇടാൻ വേണ്ടിയുള്ള ഹൗസ് ഓഫീസർമാരെയാണ് നിയമിക്കേണ്ടത്. അതുപോലെ തന്നെ ഇരകളുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് വിശ്വാസമുള്ള പ്രോസിക്യൂട്ടർമാരെയാണ് നിയമിക്കേണ്ടത്. ഈ കേസുകളെല്ലാം വാദിക്കാനുള്ള ഒരു സ്പെഷ്യൽ കോടതി സർക്കാർ അന്ന് തന്നെ നിയമിക്കണമായിരുന്നു. അങ്ങനെ ആ കേസിനകത്തെ മുഴുവൻ ആളുകളെയും ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഒരു സെറ്റിൽമെന്റിലേക്ക് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെറ്റിൽ ചെയ്യാനെടുത്ത 4.5 വർഷക്കാലത്തിന് ശേഷം ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച നടത്തുമ്പോൾ പുതിയ ആരോപണങ്ങളാണ് ഡോക്ടർ അരുൺ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ തിരിച്ച് ഹേമ കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ ഭരണഘടനയിൽ അനിശ്ചിതമായ സുരക്ഷിതത്വവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്ത്രീ പീഡന നിയമങ്ങളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതൊന്നും സെറ്റിൽമെന്റ് ഭാഗമാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഈ സാഹചര്യത്തിൽ സെറ്റിൽമെന്റ് ഒക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ ഗവൺമെന്റ് അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകും.